വെൽക്കം ടു ഫ്യൂച്ചർ ബീറ്റ്സ്. ഇന്നത്തെ വീഡിയോ മോങ്കോ ഡിബിയുടെ ഒരു ക്രാഷ് കോഴ്സാണ്. മോങ്കോ ഡിബി നോഡ് ജേസ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് നമുക്ക് കൊറി ഓപ്പറേഷൻ, ഇപ്പോൾ മോങ്കോ ഡി ബാക്കെൻഡും ഡാറ്റാബേസുമായിട്ടും കണക്ട് ചെയ്ത് ഡാറ്റ എടുക്കുന്ന കൊറി വഴിയാണ്. അപ്പം മോങ്കോ ഡിബിൻ്റെ അകത്തുള്ള നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കൊറീസും കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ യൂസർ എന്ന് പറഞ്ഞൊരു ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ ഡമ്മി ഡാറ്റ ഇതാണ്. അതായത് നമുക്ക് കുറേ ഓപ്പറേഷൻസ് നടത്തി ഡാറ്റ എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഡാറ്റ ആണ്. അപ്പോൾ ഞാൻ 10 ഡമ്മി ഡാറ്റ, നെയിം, ഇമെയിൽ, ഏജ്, റോള്, ഈസ് ആക്റ്റീവ്, ഹോബീസ്, സ്കോർ, അതിൻ്റെ എല്ലാം മോഡൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അതായത് അതിൻ്റെ ഡാറ്റ ടൈപ്പ് നെയിം സ്ട്രിങ് ആണ്, ഇമെയിൽ സ്ട്രിങ്, ഏജ് നമ്പറാണ്, റോള് സ്ട്രിങ് ആണ്, ഈസ് ആക്റ്റീവ് എന്നാണ് ആ ഒരു കീ എന്താണ് ബൂളിയനാണ്, ട്രൂ ഓർ ഫാൾസ് ആണ്. ഹോബീസ് അറൈൻ്റെ അകത്ത് സ്ട്രിങ് ആണ് സ്റ്റോർ ചെയ്യുന്ന, സ്കോർ അറൈൻ്റെ അകത്ത് നമ്പറാണ് സ്റ്റോർ ചെയ്യുന്ന, അഡ്രസ്സിൻ്റെ അകത്ത് സ്ട്രിങ് ആണ് സ്റ്റോർ ചെയ്യുന്ന. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എന്താണ് അതിൻ്റെ ഒരു മോഡലും കാര്യവും എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഡമ്മി ഡാറ്റ. ഈ ഡാറ്റ നമുക്കിനി എന്ത് ചെയ്യാം, നമുക്കുള്ള ഈ നമ്മൾ എന്തിലോട്ട് ഡാറ്റാബേസിലോട്ട് ഇൻസർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വരുന്നു, ക്ലസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ബ്രൗസർ കളക്ഷൻ്റെ അകത്തോട്ട് പോകുമ്പം ഓക്കെ ലോഡാവട്ടെ. നമുക്ക് ഈ ടെസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ അകത്താണ് നമ്മൾ കിടക്കുന്ന, അതിൻ്റെ അകത്ത് പ്രൊഡക്ട്സ്, അതിൻ്റെ അകത്ത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്രഡ് ഓപ്പറേഷൻ്റെ അകത്ത് ആഡ് ചെയ്ത പ്രൊഡക്ട്സ് കാണാം. ഇനി നമുക്ക് നമ്മളെ യൂസർ എന്ന് പറഞ്ഞ മോഡലിൻ്റെ അകത്തോട്ട് ഈ ഡാറ്റ ആഡ് ചെയ്യാൻ ഒരു ഫംഗ്ഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഫംഗ്ഷൻ ഈ ഡമ്മി ഡാറ്റയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ ഗിറ്റബിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുക്കുക, നിങ്ങൾ അതിൽ കയറി എടുത്താൽ മതി ഈ ഡമ്മി ഡാറ്റ. അപ്പോൾ ആഡ് അറേ ഡാറ്റ എന്നുള്ള ഈ ഫംഗ്ഷൻ്റെ അകത്ത് ഞാൻ പറഞ്ഞേക്കണം യൂസർ ഡോട്ട് ഇൻസർട്ട് മെനി. ഈ ഇൻസർട്ട് മെനി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ബൾക്ക് ഡാറ്റ ഒരുമിച്ച് നമ്മളെ ഡാറ്റാ ബേസിലോട്ട് ആഡ് ചെയ്യുന്നതിന്. ഇൻസർട്ട് 1 അല്ലെങ്കിൽ അങ്ങനെ പലതുണ്ട്. അപ്പോൾ ഇൻസർട്ട് മെനി എന്ന് പറയുന്നത് ഒരുപാട് ഡാറ്റ, അറേ ഓഫ് ഒബ്ജക്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഡാറ്റ നമ്മളെ ഡാറ്റാ ബേസിലോട്ട് ആഡ് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇൻസർട്ട് മെനി എന്ന് പറയുന്നത്. അപ്പം അവിടെ ഇൻസർട്ട് മെനി നമ്മൾ അറേ ഓഫ് ഒബ്ജക്റ്റ് ആയിട്ടുള്ള ഡമ്മി ഡാറ്റ നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞ് ഈ ഫംഗ്ഷൻ ഞാൻ കോൾ ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ റണ്ണാവും. ആ ഡാറ്റ എല്ലാം നമുക്ക് റെസ്പോൺസ് വന്നിട്ടുണ്ട്. നമുക്കിനി ഡാറ്റാ ബേസിൽ പോയിട്ട് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ യൂസേഴ്സ് വന്നു, ഞാൻ യൂസേഴ്സിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, നമ്മൾ ആഡ് ചെയ്ത എല്ലാ യൂസേഴ്സും ഇവിടെ വന്നിട്ടുണ്ട്. വേറൊരു കാര്യം, നമ്മൾ നോഡ് സെർവർ റൺ ചെയ്യണം എങ്ങനെയെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ക്രാഷ് കോഴ്സ് ആയിട്ട് എടുത്ത് കാണുന്നവർക്ക് വേണ്ടി ഞാൻ ഇത് പറയുന്നത്, npm ഇൻസ്റ്റാൾ നോഡ് മോൺ എന്നൊരു പാക്കേജ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നോഡ് മോൺ എന്ന് വിളിച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ സെർവർ ഓട്ടോമാറ്റിക്കലി റൺ ആവുന്നതാണ്. നിങ്ങൾ എപ്പോഴും സേവ് ചെയ്തിട്ട് റീ റൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതിപ്പോൾ 2 വട്ടം റണ്ണായതുകൊണ്ട് നമുക്കുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റ വന്ന് ഞാൻ വീണ്ടും റൺ ചെയ്തപ്പം ഞാൻ ഇതൊന്ന് ഡ്രോപ്പ് ചെയ്യേണ്ടത്. നമ്മൾ നിലവിലുള്ള യൂസർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കളക്ഷൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ ഒന്നും കൂടെ റൺ ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ ഈ ഫംഗ്ഷൻ ഒന്ന് കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റ കയറും. ഓക്കെ, ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, യൂസേഴ്സ് എന്ന് പറയണ ആ ഒരു കളക്ഷൻ ഇവിടെ അല്ലെങ്കിൽ ആ ഒരു കളക്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അകത്ത് നമ്മുടെ ഡാറ്റാസ് കാണാം. അപ്പോൾ നമുക്കിനി ഓരോ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാം. ഫങ്ഷൻ നിങ്ങളിതൊരു ബുക്ക് ലെവലിൽ എഴുതിയെടുക്കണേ. ഞാൻ എളുപ്പത്തിന് ഓരോന്ന് ചെയ്ത് മാറ്റി മാറ്റി പോവും. ഇതിലുള്ള കാണിക്കുന്ന എല്ലാ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊറീസാണ് ഞാൻ പറയുന്നത്. അതെല്ലാം നിങ്ങൾ ബുക്കിൽ എഴുതുകയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നോട്ട് പാഡിലോ എവിടെയെങ്കിലും നോട്ട് ചെയ്യുന്നത് എപ്പോഴും ബെറ്റർ ആയിരിക്കും. ഓപ്പറേഷൻ കൊറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് നമ്മുടെ ആദ്യത്തെ ഫങ്ഷൻ റൺ ചെയ്യാം. അപ്പം ആദ്യത്തെ ഫങ്ഷൻ നമുക്കൊരു കേസ് വരെയാണ്. ഇതിൻ്റെ അകത്ത് നിന്ന് ഏജ് 25 മുകളിലുള്ള യൂസറിനെ എല്ലാം നമുക്ക് വേണം. ഇപ്പോൾ ഇതിൽ 23 ഉണ്ട്, 29 ഉണ്ട്, 19 ഉണ്ട്, 26 ഉണ്ട്, 31 ഉണ്ട്. അപ്പം നമുക്ക് പറയേണ്ട ഫസ്റ്റ് കണ്ടീഷൻ, ഇപ്പോൾ ബേസിക് നമ്മൾ ഒരു കൊറിയാണ്. അപ്പം നമ്മൾ ഡാറ്റ എടുക്കുമ്പോൾ ഒരു കൊറി വരുന്നത് ഏജ് 25 മുകളിലുള്ള അല്ലെങ്കിൽ 20 മുകളിലുള്ള യൂസറിനെ നമുക്ക് വേണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മെത്തേഡ്
നമുക്കിതിപ്പോൾ വേരിയബിളിലായിരിക്കും നമ്മൾ ഈ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ മെത്തേഡിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേരിയബിളിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ലെറ്റ് ഓക്കെ ലെറ്റ് റിസൾട്ട്. ഇവിടെ ഞാൻ അസിങ്ക് അവൈറ്റ് ഓപ്പറേഷനാണ്. ഓക്കെ അസിങ്ക് കൊടുത്തു, അവൈറ്റ്. അത് കഴിഞ്ഞ് യൂസർ ഡോട്ട് ഫൈൻഡ് മെത്തേഡിൻ്റെ അകത്താണ് നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കണ്ട് ഫൈൻഡ് മെത്തേഡിൽ നമ്മൾ ചുമ്മാ ഫൈൻഡ് മെത്തേഡ് വിളിച്ച എല്ലാ ഡാറ്റയും കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പറയുകയാണ് നമ്മളെ കീ എന്താണ്, ഏജ്. നമ്മളിവിടെ ഞാൻ ഇതങ്ങോട്ട് റിമൂവ് ചെയ്യാണ്. ഇവിടെ കീ വരുന്നത് ഏജ് ആണ്. അപ്പോൾ ഏജ് അത് കഴിഞ്ഞൊരു ഒരു സെമിക്കോളൻ ഇട്ട് എന്നിട്ട് ഓക്കെ ഈ സെമിക്കോളനല്ലോ ഇതിൻ്റെ പേര് പറയുന്നതിൻ്റെ പേര് എന്തായിരുന്നു, ഓക്കെ ഞാൻ അത് മറന്നു എൻ്റെ പേര്. ഞാൻ നിലവിലിപ്പോൾ കുത്തെന്ന് പറയാം. ഓക്കെ ഏജ് കഴിഞ്ഞ് എന്താണ്, ഓക്കെ ഒരു കുത്തിട്ടിട്ട് ഞാൻ, അല്ലെങ്കിൽ ഏജ് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരു കർലി ബ്രാക്കറ്റ് ഇട്ട് അത് കഴിഞ്ഞ് $GT, അതായത് ഗ്രേറ്റർ ദാൻ 25. ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്നത് യൂസർ ഫൈൻഡ് മെത്തേഡ് വഴി വിളിക്കുമ്പോൾ നമുക്ക് എല്ലാ ഡാറ്റയും കിട്ടുന്നത്. അപ്പോൾ ഫൈൻഡ് ചെയ്യുമ്പോൾ ഫിൽട്ടർ ചെയ്യാനുള്ളത് ഏജ് ഗ്രേറ്റർ ദാൻ 25, ഏജ് 25 മുകളിലുള്ള ഡാറ്റ എടുത്തുകൊണ്ട് വരണം. എന്നിട്ട് നമുക്ക് ആ ഡാറ്റ റിസൾട്ട്, ആ ഡാറ്റ നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്യണം. എന്നിട്ട് ഞാൻ ഇവിടെ ക്വറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞ ഫങ്ഷൻ ഞാൻ വിളിച്ചു. ഓക്കെ ഇപ്പം നമുക്കിവിടെ വന്നിട്ടുണ്ട് 29, 26, 31, 28. അപ്പം ആ ഏജ് 25 മുകളിലുള്ള ഈ യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അതിനുപയോഗിച്ചത് ഫൈൻഡ് ഏജ് എന്ന് പറയുന്ന ആ ഒരു കീ, ആ എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത് ആ വാക്കി, അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഓപ്പറേഷനായ ഗ്രേറ്റർ ദാൻ 25 എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ നമുക്ക് ആ ഡാറ്റ കിട്ടി. ഓക്കെ നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് റോളുണ്ട്, മോഡറേറ്റർ, യൂസർ, അഡ്മിൻ എന്നുള്ള. അപ്പോൾ നമുക്ക് ഇനി എടുക്കാനുള്ള ഡാറ്റാ ബേസിൻ്റെ അകത്തുള്ള എല്ലാ അഡ്മിനെയും നമുക്ക് എടുക്കണം. അപ്പോൾ അതിന് നമ്മളിവിടെ വരുന്നു റോൾ അഡ്മിൻ എന്ന് കൊടുക്കണം. നമുക്കിപ്പോൾ റോളോ ഇപ്പോൾ കാറ്റഗറി അല്ല ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കാറ്റഗറി ഫ്രൂട്ട്സ് കൊടുക്കുക. അപ്പോൾ റോള് മാറ്റി കാറ്റഗറി ആയിട്ട് നമ്മൾ ഫ്രൂട്ട്സ് കൊടുത്താൽ ഫ്രൂട്ട്സ് കാറ്റഗറിയിലുള്ള എല്ലാ ഡാറ്റയും എടുത്തുകൊണ്ട് വരും. ഇപ്പം നിങ്ങൾക്കിവിടെ കാണാം റോൾ അഡ്മിൻ ആയിട്ടുള്ള ഡാറ്റ എല്ലാം എടുത്തുകൊണ്ട് വന്നു. ഇവിടെ നമ്മൾ ഈസ് ആക്റ്റീവ് ട്രൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസ് ആക്റ്റീവ് ട്രൂ ആയിട്ടുള്ള ഡാറ്റ എല്ലാം എടുത്തുകൊണ്ട് വരും. അപ്പം ഈ ഉപയോഗിക്കുന്ന മെത്തേഡെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുള്ള ഏത് കീയിലും ഉപയോഗിക്കാവുന്നതാണ് ആ പർപ്പസ് അനുസരിച്ച്. അപ്പം നമ്മൾ രണ്ടാമത് പഠിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ്, അപ്പോൾ നമുക്ക് ഇന്ന് പഠിച്ചൊന്ന് നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്ത് വെക്കണം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ അല്ല നിങ്ങൾക്കൊരു ബുക്കിൽ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും വീഡിയോ കണ്ടു പോകുന്നതിനേക്കാളും. നമ്മൾ എന്ത് ചെയ്തു, റോള് അഡ്മിൻ എന്ന് കൊടുത്തപ്പോൾ അഡ്മിൻ എന്ന റോളുള്ള എല്ലാ യൂസറിനെ എടുത്തുകൊണ്ട് വന്നു. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാറ്റഗറി ഫ്രൂട്ട്സ് ആയിട്ടുള്ളതോ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ളതോ മെൻസ് ഡ്രസ്സ് ആയിട്ടുള്ളതോ ഉള്ള കാറ്റഗറി ഇതുപോലെ നമുക്ക് എടുക്കാൻ കഴിയും. ഇനി നമുക്ക് എന്താണ് അടുത്ത നമുക്ക് ഡാറ്റ വിളിക്കാനുള്ളത്, ഒരു പർപ്പസിൽ ഞാൻ പറയുകയാണ്. നമുക്ക് 23 അല്ലാതെയുള്ള എല്ലാ ഏജിലുള്ള ആളുകളെ നമുക്ക് വേണം. ഇപ്പം ചില കേസിൽ ഓറഞ്ച് അല്ലാത്ത കളറിലുള്ള എല്ലാ ഡ്രസ്സും വേണം, അല്ലെങ്കിൽ ചുമന്ന കളറിലല്ലാത്ത എല്ലാ ഡ്രസ്സും വേണം, അല്ലെങ്കിൽ ഓഫ്ലൈൻ ബുക്കിംഗ് അല്ലാത്ത എല്ലാ ഡോക്ടേഴ്സിനെ വേണം, അല്ലെങ്കിൽ ഓൺലൈൻ ബുക്കിംഗ് അല്ലാത്ത എല്ലാ ഡോക്ടേഴ്സിനെ വേണം. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഞാൻ പറയുകയാണ് നമുക്കിവിടെ എന്ത് വേണ്ട, ഏജ് 23 ഉള്ളൊരു ആരെയും നമുക്ക് വേണ്ട. അപ്പം ഞാൻ പറയണേ ഏജ്, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ പറയണേ ഒരു കർലി ബ്രാക്കറ്റ് ഇട്ടിട്ട് $NE എന്ന് പറഞ്ഞാൽ നോട്ട് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു, അല്ലെങ്കിൽ നോട്ട്, ആ ഒരു പർപ്പസാണ് നോട്ട്. ഓക്കെ ഞാൻ പറയുന്നത് ഫൈൻഡ് യൂസർ ഡോട്ട് ഫൈൻഡിൻ്റെ അകത്ത് ഏജ് നോട്ട് ഈക്വൽ ടു 23, അതായത് 23 ഏജുള്ള യൂസർ ഒഴികെ ബാക്കിയുള്ള എല്ലാ യൂസറിനും ഇവിടെ എടുക്കും. അതായത് ഇതിൻ്റെ അകത്ത് ഇപ്പം 23 ഏജുള്ള ഒരു യൂസറും ഇല്ല, അത് അല്ലാത്ത ബാക്കി എല്ലാ യൂസറും ഉണ്ട്.
അപ്പോൾ നോട്ട് ഈക്വൽ ടു നമ്മൾ ഉപയോഗിക്കുന്നത് 23 എന്ന് പറഞ്ഞ ഏജ് ഒഴികെയുള്ള ബാക്കി എല്ലാ ഏജിലുള്ള യൂസേഴ്സിനെയും ഇപ്പം നമുക്ക് ഇവിടെ എടുക്കാൻ കഴിയും. ഇതിപ്പം നമുക്ക് ഒരു ഡ്രസ്സിൻ്റെ അകത്താണെങ്കിൽ ചുമന്ന ഡ്രസ്സ് ഒഴികെയുള്ള എല്ലാ ഡ്രസ്സും എടുക്കാം, അല്ലെങ്കിൽ കേരളത്തിലുള്ളവരൊഴികെയുള്ള എല്ലാവരും എടുക്കാം. അപ്പോൾ കേരളത്തിൽ 14 ജില്ല ഉണ്ട്, 14 ജില്ല ട്രിവാൻഡ്രത്തിൽ ഒഴികെയുള്ളവരെ ബാക്കിയെല്ലാം എടുക്കാം. അങ്ങനത്തെയൊക്കെ ഡാറ്റ നമ്മൾ സ്റ്റാറ്റസ് സ്റ്റോർ ചെയ്യുമ്പോൾ ഈ പർപ്പസ് ഉപയോഗിച്ചായിരിക്കും നമ്മളത് എടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ട ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു അടുത്ത കൊറി, ഇതെല്ലാം കൊറീസാണ്. ഏജ് 20നും 25നും ഇടയിലുള്ള ആളുകളെ എടുക്കണം. അപ്പോൾ ഏജ് നമ്മൾ 25 മുകളിലുള്ളവരെ എടുക്കണം നമ്മൾ പഠിച്ച്, പക്ഷേ 20നും 25നും ഇടയ്ക്കുള്ള ആളുകൾ എടുക്കണം. അപ്പോൾ ചിലത് നമ്മൾ പറയാറില്ലേ എന്താണ് 20നും 30നും ഇടയ്ക്കുള്ള ആളുകളെ ഡീറ്റെയിൽസ് വേണമെന്നുള്ളത്. അപ്പോൾ ആ രീതി എടുക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, $GTE, അതായത് ഗ്രേറ്റർ ദാൻ 20, $LTE ലെസ്സർ ദാൻ 25. ഈ ഒരു കൊറി നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏജ് 20നും 25നും ഇടയിലുള്ള എല്ലാ യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് എടുത്തുകൊണ്ട് തരും. അതായത് ഇവിടെ കണ്ടോ, ഏജ് 23, 21, 20, 23, 24. അപ്പം ആ ഒരു ഏജ് ഇതിലുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് എല്ലാം എടുക്കാൻ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് പല പർപ്പസിനും ചിന്തിക്കുക. അപ്പോൾ ഇതുപോലെ ഇപ്പം 1000നും 2000നും ഇടയ്ക്ക് ഷോപ്പ് ചെയ്തവരെ ഡീറ്റെയിൽസോ, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് അങ്ങനെ പല പർപ്പസിനും അത് ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് എന്താണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. ഇനി അറയുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യമാണ് ഇപ്പം ഞാൻ ഇവിടെ ചോദിക്കാൻ പോകുന്നത്. ലൈക്ക് നമുക്ക് അറയല്ല, രണ്ട് പർപ്പസിലുള്ള ആളുകളെ വേണം. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ നമുക്ക് ഇവിടെ എടുക്കാനുള്ളത് അഡ്മിനെയും മോഡറേറ്ററും ആയിട്ടുള്ള എല്ലാ യൂസേഴ്സിനെയും എടുക്കണം. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ യൂസറുണ്ട്, റോള്, ഇവിടെ നമുക്ക് റോളെന്ന് പറഞ്ഞ സാധനം, മോഡറേറ്റർ, യൂസർ, അഡ്മിൻ. നിങ്ങൾ ഈ ഒരു അറേ ഓഫ് ഒബ്ജക്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇതുമായിട്ട് റിലേറ്റഡ് ഉള്ള കൊറിയാണ് എല്ലാം കൊടുക്കുന്നത്, അപ്പോൾ ഡൗട്ട് വരാതിരിക്കാൻ. അപ്പം 3 റോളിലുള്ള യൂസേഴ്സ് നമുക്കുണ്ട്, അഡ്മിൻ, മോഡറേറ്റർ, യൂസർ. അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ പറയുന്നത് അഡ്മിനും മോഡറേറ്ററുമായിട്ടുള്ള എല്ലാ ആളുകളുടെയും ഡീറ്റെയിൽസ് എനിക്ക് വേണം എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ നമുക്കിത് വേറെ കേസിൽ പറഞ്ഞാൽ നമ്മളൊരു ഈ കൊമേഴ്സ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുകയാണ് എന്താണ് ഫ്രൂട്ട്സിൻ്റെയും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വേണം. കാറ്റഗറി ഫ്രൂട്ട്സ് ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള 2 ഡാറ്റ എടുക്കണം. അങ്ങനത്തെ ഒരു കേസ് പോലെയാണ് ഇതും വരുന്നത്. അതായത് റോള് 2 കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന്, 2 കാര്യങ്ങൾ ചെക്ക് ചെയ്ത് ആ ഡാറ്റയിൽ എടുത്തുകൊണ്ട് വരുന്നതാണ്. റോൾ കർലി ബ്രാക്കറ്റ് ഇട്ടു, $ഇൻക്ലൂഡ് എന്നാണ് ഇന്നിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഇൻക്ലൂഡ് ഒരു അറേ ഇട്ടിട്ട് ഞാൻ പറയുന്നത് അഡ്മിൻ ഡാറ്റാബേസിൽ റോള് സ്റ്റോർ ചെയ്തേക്കുന്നതിൽ 3 റോളിലുണ്ട്, യൂസർ, അഡ്മിന്, മോഡറേറ്റർ. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് എന്താണ്, റോളിൻ്റെ അകത്ത് അഡ്മിനും മോഡറേറ്ററും ആയിട്ടുള്ള 2 റോളിലുള്ള എല്ലാ ആളുകളുടെയും ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് യൂസർ ഒഴികെ അഡ്മിനും മോഡറേറ്റർ ആയിട്ടുള്ള എല്ലാവരെയും ഡീറ്റെയിൽസ് എടുക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ മെത്തേഡ്. ഇത് നമുക്കിപ്പോൾ കാറ്റഗറി ഫ്രൂട്ട്സ് ഇലക്ട്രോണിക്സ് മാത്രം കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് വരുന്നതിനോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്നത്, അപ്പോൾ സ്കൂൾ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ ഇപ്പോൾ 10A-യിലും 10B-യിലും പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് വരുന്നതിനോ അങ്ങനെയുള്ള കേസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്ത നമുക്ക് വരുന്നത് നോട്ട് ഇൻക്ലൂഡഡ്. യൂസർ ഒഴികെയുള്ള ബാക്കി എല്ലാവരെയും എടുത്തുകൊണ്ട് വരണം. ഇപ്പം നമുക്കൊരു കേസിൽ ഇതിൻ്റെ അകത്ത് അഡ്മിനും മോഡറേറ്ററുമിനെ എടുത്തുകൊണ്ട് വരണം, അഡ്മിനും മോഡറേറ്ററും റോളുള്ളവരെ എടുത്തുകൊണ്ട് വരണം എന്നുള്ളതാണ് ഇപ്പോൾ പഠിച്ചത്. ഇൻക്ലൂഡ് വരുമ്പം അഡ്മിനും മോഡറേറ്ററും റോളുള്ള എല്ലാവരും എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഇവിടെ ഞാൻ പറയുന്നത് നോട്ട് ഇൻക്ലൂഡ് അഡ്മിൻ മോഡറേറ്റർ. ഈ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് യൂസർ ആയിട്ടുള്ള എല്ലാവരെയും എടുത്തുകൊണ്ട് വരും. ഇവിടെ നമ്മൾ പറയുന്നത് അഡ്മിനും മോഡറേറ്ററും റോളുള്ള ആളുകൾ ഒഴികെ ബാക്കിയുള്ള എല്ലാവരെയും എടുത്തുകൊണ്ട് വരുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഈ റോൾ എന്ന് പറയുന്ന മെത്തേഡ്. ഇതിൻ്റെ അകത്ത് നോട്ട് ഇൻക്ലൂഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിൻ്റെ അപ്പം 3 റോളുണ്ടല്ലോ, അഡ്മിൻ, മോഡറേറ്റർ, യൂസർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ
അഡ്മിനും മോഡറേറ്ററും റോൾ ഒഴികെയുള്ള ആളുകളെ എല്ലാം എടുത്തുകൊണ്ട് വരുന്നത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നോട്ട് ഇൻക്ലൂഡ് മെത്തേഡ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഇവിടെ യൂസർ എന്ന് കൊടുത്താൽ, ഞാൻ ഇവിടെ യൂസർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ യൂസർ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ആളുകളുടെയും ഡീറ്റെയിൽസ്, റോൾ യൂസർ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും, ബാക്കിയുള്ള എല്ലാവരുടെയും ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 2 കണ്ടീഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളെല്ലാം സിംഗിൾ കണ്ടീഷനിലല്ലേ പോകുന്നത്. ഇനി നമ്മൾ എംപ്റ്റി ഒബ്ജക്റ്റ് ആക്കി ഞാൻ പറയണേ ഈസ് ആക്റ്റീവ്, യൂസർ ആക്റ്റീവ് ട്രൂ, ആക്റ്റീവ് ട്രൂ, അതായത് യൂസർ ആക്റ്റീവ് യൂസറാണ്, ട്രൂ ഫാൾസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈസ് ആക്റ്റീവ് ട്രൂ ആയിട്ടുള്ളതും ഏജ് എന്താണ് $LT ലെസ് ദാൻ 25 വയസ്സിന്. ഇവിടെ കണ്ടീഷൻ പറഞ്ഞേക്കുന്നത് എന്താണ്, ആക്റ്റീവ് യൂസർ ആയിരിക്കണം, ഈസ് ആക്റ്റീവ് ട്രൂ ആയിരിക്കണം, അതുപോലെ തന്നെ ഏജ് 25 താഴെ ആയിരിക്കണം. അപ്പം ആ യൂസറിനെയാണ് ഇവിടെ വിളിച്ചേക്കുന്നത്. അതായത് 23 വയസ്സ് ആക്റ്റീവ് ട്രൂ ആണ്, ഏജ് 19 വയസ്സ് ട്രൂ ആണ്, ആക്റ്റീവാണ്, അതുപോലെ തന്നെ ഏജ് 21 വയസ്സ് ട്രൂ ആണ്, 24 വയസ്സ് ട്രൂ ആണ്. അപ്പം എന്താണ് മൾട്ടിപ്പിൾ കണ്ടീഷൻ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ വേറെ വിളിക്കാം, റോള് യൂസർ ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു, 3ാമത്തെ കണ്ടീഷൻ കൊടുത്തു. ഓക്കെ, ഒരൊറ്റ യൂസറേ ഉള്ളൂ, റോള് യൂസർ ആയിട്ടുള്ളതും ഏജ് 20 താഴെ 25 താഴെയും ആക്റ്റീവ് ട്രൂ ആയിട്ടുള്ള ആ ഡാറ്റ എടുത്തുകൊണ്ട് വന്നു. ഇനി നമുക്ക് എന്ത് നോക്കാം, അവിടെ നമുക്ക് വേറൊരു കണ്ടീഷൻ നോട്ട് ഈക്വൽ ടു തന്നെ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഈസ് ആക്റ്റീവിൽ ഞാൻ വരുന്നു, $നോട്ട് ഈക്വൽ ടു ട്രൂ, നമുക്ക് ബൂളിയൻ വാല്യൂ കൊടുത്ത് നോക്കാം, നോട്ട് ഈക്വൽ ടു ട്രൂ ആയിട്ടുള്ള എല്ലാവരും. ഇവിടെ നമ്മൾ പറയുന്ന ഇന്നാക്റ്റീവ് ആയിട്ടുള്ള എല്ലാ യൂസറിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരുന്നത്, നോട്ട് ആക്റ്റീവാണ് ഇതെല്ലാം, നോട്ട് ആക്റ്റീവ് ട്രൂ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്ത് നോക്കണം. ഇതിൻ്റെ അകത്ത് നമ്മൾ ചില സെർവർ ബിൽഡ് ചെയ്യുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ചില കീ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഇപ്പം നമ്മൾ പറഞ്ഞുതരാം, ഇപ്പം നമ്മളൊരു ഫോം ബിൽഡ് ചെയ്യുക, ഒരു അപ്പോയിൻമെൻറ്റ് ഫോം ബിൽഡ് ചെയ്യുമ്പോൾ യൂസറിൻ്റെ നെയിം, ഫോൺ നമ്പർ, എന്നിട്ട് ഡിസ്മെസ്സേജ്, ഇത്രയുള്ളതിൻ്റെ അകത്ത് ഇഷ്ടമുള്ള യൂസർക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് എഴുതാം. നമ്പരും ഫോൺ നമ്പരും മസ്റ്റായിട്ട് തരണം, മെസ്സേജ് ഇഷ്ടമുണ്ടെങ്കിൽ എഴുതിയാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു സിനാരിയോ നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ അങ്ങനെ ഡാറ്റാബേസിൽ സ്റ്റോർ ആയതിൽ മെസ്സേജ് അയച്ചവരെല്ലാവരെയും എടുക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിനുള്ള കണ്ടീഷനാണ് ഞാൻ ഇവിടെ മെസ്സേജിന് റോള്, അപ്പോൾ റോള് കൊടുത്തിട്ടുള്ള യൂസറിനെല്ലാം എടുക്കണം. അല്ലെങ്കിൽ റോളെന്ന് പറയുന്ന എന്താണ്, ഈ റോളെന്ന് പറയുന്ന കീയിൻ്റെ അകത്ത് വാല്യൂ വേണം, റോളെന്ന് പറയുന്ന കീയിൻ്റെ അകത്ത് വാല്യൂ ഉള്ള എല്ലാ യൂസറിനെയും എടുക്കണം. അപ്പം അതിനായിട്ട് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് കർലി ബ്രാക്കറ്റ് ഇടുന്നു, കർലി ബ്രാക്കറ്റ് ഇട്ടിട്ട് $exist, ഓക്കെ, എക്സിസ്റ്റ് എന്താണ് ട്രൂ എന്ന് കൊടുത്തു. ലോഡാവട്ടെ. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇവിടെ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ റോളെന്ന് പറയുന്ന ആ ഒരു കീ ഉണ്ടല്ലോ, ഈ റോളെന്ന് പറയുന്ന കീയിൻ്റെ അകത്ത് വാല്യൂ ഉള്ള എല്ലാ യൂസറിനും എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഇപ്പം മെസ്സേജ് എഴുതാതെ പോകുന്നവരെ കീയിൻ്റെ അകത്ത് മെസ്സേജ് കാണത്തില്ലല്ലോ, അപ്പോൾ അവരെ നമുക്ക് വേണ്ട. ഈ റോളെന്ന് പറയുന്ന അല്ലെങ്കിൽ മെസ്സേജ് എന്ന് ഇവിടെ നിങ്ങൾ റോളിനെ മെസ്സേജായിട്ട് ഇടുക, മെസ്സേജ് എന്ന് പറയുന്ന കീയിൽ എന്തെങ്കിലും മെസ്സേജ് എഴുതിയവരുടെ അല്ലെങ്കിൽ ആ കീയിൽ എന്തെങ്കിലും വാല്യൂ ഉള്ളവരുടെ ഡാറ്റ എല്ലാം എടുത്തുകൊണ്ട് വരണം. എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ റോളെന്ന് പറയുന്ന ആ ഒരു കീയിൻ്റെ അകത്ത് വാല്യൂ ഉള്ള എല്ലാ ഡാറ്റ എടുത്തുകൊണ്ട് വരണം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഡാറ്റ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്നുള്ള ഒബ്ജക്റ്റ് എല്ലാം എടുത്തുകൊണ്ട് ആ ഡാറ്റ എടുത്തുകൊണ്ട് വരണം എന്നാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ അകത്ത് അടുത്തൊരു ഓപ്പറേഷൻ നമുക്ക് നോക്കാം. ഇതിലിപ്പം ഹോബീസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് എല്ലാവരും അവരുടേതായ ഹോബീസും കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്, അതായത് ഹോബി ഒരെണ്ണം കൊടുത്തിട്ടുള്ളവരെ നമുക്ക് വേണ്ട, ഒന്നിൽ കൂടുതൽ, അപ്പോൾ 2 ഹോബീസ് എഴുതിയവരെല്ലാം നമുക്ക് എടുക്കണം.
അതായത് ഈ അറയുടെ ലെങ്ത്ത് 2 ആയിരിക്കണം. ഈ അറയിൻ്റെ അകത്ത് 1, 2 വാല്യൂ ഉള്ള എല്ലാവരുടെയും ഡാറ്റ നമുക്ക് എടുക്കണം. ഇതിൻ്റെ അകത്ത് ഇപ്പം ഈ യൂസർ എന്താണ് കോഡിംഗ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഹോബി എഴുതിയിട്ടുള്ളത്, ഇവർ മ്യൂസിക്കും ട്രാവലും. അപ്പോൾ 2 ഹോബീസ് എഴുതിയിട്ടുള്ളവരെ എല്ലാ ഡാറ്റയും നമുക്ക് എടുക്കണം. അപ്പം അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഹോബീസ് എന്ന് പറഞ്ഞാൽ കീ കൊടുക്കുകയാണ്. ഹോബീസിൻ്റെ അകത്ത് കർലി ബ്രാക്കറ്റ് ഇട്ടിട്ട് $size 2 കൊടുത്തു. അതായത് ഹോബീസ് എന്ന് പറയുന്ന ഈ അറയുടെ സൈസ് 2 ആയിട്ടുള്ള എല്ലാ യൂസറിനെയും നമുക്കിവിടെ വേണം. ഓക്കെ, കണ്ട ഇവിടെ നമുക്ക് കണ്ട എല്ലാം ഹോബീസ് 1 കൂടുതലുള്ള അല്ലെങ്കിൽ 2 ഉള്ളവരാണ് ഈ കാണിച്ചേക്കുന്ന എല്ലാവരും. അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്, പക്ഷേ ഈ കാര്യങ്ങളെല്ലാം റിയൽ വേൾഡ് പ്രൊജക്റ്റിൽ നമുക്ക് ഓരോ ഘട്ടങ്ങൾ എത്തുമ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്നതായിരിക്കും. അതാണ് നിങ്ങൾക്ക് ഞാൻ ഇത് പറഞ്ഞു തരുന്നത്. ഇനി അടുത്തത് നമ്മളിവിടെ ഏജ് 25, 23 മുകളിലുള്ളത്, ഏജ് 45-നും 25-നും ഇടയിലുള്ളവർ, അങ്ങനെ നമ്മൾ പറയാറുണ്ട്. ഇവിടെ നമുക്ക് വേറൊരു ഡൗട്ടും കാര്യം വരുന്നത് അറയിൻ്റെ അകത്തുള്ള വാല്യൂ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. അതായത് സ്കോറ് ഇവിടെ 85, 92, 78, 89. എനിക്കിവിടെ വരേണ്ടത് സ്കോറ് 90-ന് മുകളിലുള്ള എല്ലാ കുട്ടികളെയും വേണം. അതായത് സ്കോറിൻ്റെ അകത്തുള്ള ഏതെങ്കിലും വാല്യൂ 90-ന് മുകളിലായിരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സ്കോറിനകത്ത് എന്താണ് ഉള്ള ഏതെങ്കിലും ഒരു വാല്യൂ 90-ന് മുകളിലുള്ള എന്താണ് ആളുകളുടെ അല്ലെങ്കിൽ യൂസറിൻ്റെ സ്റ്റുഡൻറ്റിൻ്റെയോ ഡീറ്റെയിൽസ് എനിക്ക് എടുക്കണം. അപ്പോൾ അതിന് ഞാൻ ഇവിടെ വരുന്നു, ആ സ്കോർസ് എന്ന് പറയുന്ന ആ ഒരു കീ വിളിക്കുന്നു. ഇവിടെ ഞാൻ എന്നിട്ട് പറയുന്നത് $element മാച്ച്. ഈ എലമെന്ന് കൊടുത്തിട്ടാണ് എലമെൻ്റ് എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്, എലമെൻ്റ് മാച്ച്. എന്നിട്ട് നമ്മളിവിടെ പറയുകയാണ് $GT, അതായത് ഗ്രേറ്റർ ദാൻ 90. അതായത് സ്കോറിൻ്റെ അകത്ത് 90-ന് മുകളിൽ സ്കോറുള്ള എല്ലാ സ്റ്റുഡൻസിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് വേണം. ഓക്കെ, താഴോട്ടെത്താം. കണ്ട ഇവിടെ എന്താണ് ഈ കുട്ടിക്ക് ഒരു 90-ന് മുകളിലുണ്ട്. അപ്പോൾ 90-ന് മുകളിൽ ഏതെങ്കിലും ഒരു സ്കോറുള്ള കുട്ടികളാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇതിന് 95 ഉണ്ട്, 92, അങ്ങനെ 3 പേരെ നമുക്കിപ്പം കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു അറയിൻ്റെ അകത്തുള്ളൊരു വാല്യൂവിൻ്റെ അകത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു ഓപ്പറേഷൻ ചെയ്യാം. അപ്ഡേറ്റ് ഓപ്പറേഷനാണ്. നമുക്ക് എന്ത് ചെയ്യാം, അത് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ വരുന്നു, അപ്ഡേറ്റ്. ഇത്രയും നേരം നമ്മൾ ഡാറ്റ എടുക്കുന്നതായിരുന്നു. ഇനി ഞാൻ ഇവിടെ എന്താണ് ഇതൊന്ന് ക്ലോസ് ചെയ്യണ്. ഇവിടെ ഞാൻ വരുന്നു, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇത് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞാണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാണ്. അമീൻ വരുന്ന ആ വ്യക്തിയുടെ ഏജ്, പുതിയ ഏജ് വെക്കുകയാണ്. $.set ഏജ് 24. അതായത് ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്നത് നയിം അമീൻ എന്ന് പറഞ്ഞ വ്യക്തിനെ കണ്ടെത്തി $.set, അത് അതിൻ്റെ ഒരു കീ ആണ്. $.set എന്ന് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പുതിയ വെക്കേണ്ട വാല്യൂ പറയേണ്ടത്. $.set ഏജ് 24 വരുന്നു. ഇവിടെ കോമയിട്ട് വേണമെങ്കിൽ നമുക്ക് അടുത്ത റോളും ചേഞ്ച് ചെയ്യാം. അപ്പോൾ റോള് വേണമെങ്കിൽ നമുക്ക് എന്താണ് അഡ്മിൻ എന്നോ എന്ത് വേണോ ആക്കാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ പറയുന്ന ഒരു കണ്ടീഷൻ മാത്രമേ പറയുന്നുള്ളൂ, എനിക്ക് എൻ്റെ ഏജ് 24 ആക്കണം. ഞാൻ ഇവിടെ എന്താണ് അത് വിളിക്കുകയാണ്, ഫങ്ഷൻ റൺ ചെയ്യാണ്. ഓക്കെ എന്താണ് ആ ഡാറ്റ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഏജ് ഇപ്പോൾ 24 മാറിയിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത ഒരു ഓപ്പറേഷൻ. അതൊക്കെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ വരുന്നതാണ്. നമ്മൾ ഈ പ്രൊഡക്റ്റ് കാർട്ടിലോട്ടൊക്കെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുമ്പം നമുക്ക് എന്നെ ഒന്ന് ഫൈൻഡ് ചെയ്യാം. എൻ്റെ ഏജ് 24 ആണെന്ന് ഫൈൻഡ്. ഓക്കെ, ഞാൻ അൺകമൻറ്റ് ചെയ്യട്ടെ. ഇപ്പോൾ എൻ്റെ ഏജ് 24. അപ്പോൾ നമുക്ക് ചില സമയത്ത് നമ്മൾ ഈ പ്രൊഡക്റ്റ് കാർട്ട് നമ്മൾ
കാർട്ട് ഉണ്ടല്ലോ നമ്മളെ ഇ കൊമേഴ്സിൻ്റെ അകത്ത് നമ്മൾ ഓരോ പ്രോഡക്റ്റ് ആഡ് ടു കാർട്ട് അടിക്കുമ്പോൾ നമ്മൾ കാർട്ടിൻ്റെ നമ്പർ ഇൻക്രീസ് ആവണ കണ്ടിട്ടില്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്പർ ഇൻക്രീസ് ആക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കസ്റ്റമായിട്ട് 25 30 അല്ലാതെ ഓരോ വട്ടം ആ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ നമ്മൾ ഏജ് ഇൻക്രിമെൻ്റ് ആവുന്നതാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഇതൊന്ന് ക്ലോസ് ചെയ്യണ്. കോമ അത് കഴിഞ്ഞ് അവിടെ പറയുന്നത് $INC, അതായത് ഇൻക്രിമെൻറ്റ് ഒരു കർലി ബ്രാക്കറ്റ് ഇട്ട് ഏത് നമ്പറിനാണ് ഇത് ടോപ്പിക്കുന്നത്. നെക്സ്റ്റ് എന്താണ് ടൈപ്പ്, അതായത് എന്താണ് ഇവിടെ നമ്പർ ആയിരിക്കണം. ഈ ടൈപ്പ് നമ്പറായിട്ടുള്ള സ്ഥലത്താണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഞാൻ ഇവിടെ പറയണേ ഏജ് 1 വെച്ച് കൂടണം. ഈ ഫംഗ്ഷൻ എപ്പോഴൊക്കെ ഞാൻ വിളിക്കുമോ അപ്പോഴെല്ലാം നൈം അമീൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഏജ് 1 വെച്ച് കൂടും. ഞാൻ ഇവിടെ 1 വിളിച്ചു. എൻ്റെ 24 എൻ്റെ ഏജ് ഇപ്പം. ഓക്കെ, എന്താണ് എറർ നോക്കാം. സോറി, ഇവിടെ മിസ്റ്റേക്ക് പറ്റിയത് അപ്ഡേറ്റ് 1 എന്നാണ് കൊടുക്കാനുള്ളത്, ഫൈൻഡ് അല്ല. നമ്മൾ അപ്ഡേറ്റ് ചെയ്യല്ലേ ചെയ്യുന്ന. അപ്ഡേറ്റ് 1 ഞാൻ വിളിച്ചു. നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്ഡേറ്റ് മെത്തേഡിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ കണ്ട ഡാറ്റ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എൻ്റെ ഏജ് എന്താണ് 25 ആയിട്ടുണ്ട്. 24 അല്ലേ കിടന്ന് 25 ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഫൈൻഡ് ആക്കി. ഓക്കെ, ഫൈൻഡ് മെത്തേഡിൽ നൈം അമീൻ എന്ന് പറഞ്ഞ വ്യക്തിനെ എടുക്കണം. എൻ്റെ ഏജ് 25 ആയി. അതായത് ഞാൻ ഓരോ വട്ടവും ഞാൻ എന്താണ് ഈ ഒരു ഫംഗ്ഷൻ വിളിക്കുമ്പം, ഓക്കെ അപ്ഡേറ്റ് 1, ഓരോ വട്ടവും ഈ ഫംഗ്ഷൻ റൺ ആകുമ്പോൾ എൻ്റെ ഏജ് 1 വെച്ച് കൂടും. അതായത് നിങ്ങൾ കാർട്ടിലോട്ട് പ്രൊഡക്റ്റ് ഓരോ വട്ടം ആഡ് ചെയ്യുമ്പോൾ എന്താണ് ഈ ഫംഗ്ഷൻ റൺ ആയിട്ട് എന്ത് ചെയ്യും, ഓരോ വട്ടം ഏജ് ഇങ്ങനെ 1 വെച്ച് ഇൻക്രിമെൻ്റ് ആവും. ഇവിടെ 1 വെച്ചാണ് ഇൻക്രിമെൻ്റ് ആവേണ്ട, 1 കൊടുത്ത് ഇവിടെ 5 കൊടുത്ത് 5 വെച്ച് ഇങ്ങനെ എൻ്റെ ഏജ് ഇൻക്രിമെൻ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ എന്താണ് ഇൻക്രിമെൻ്റ് ഓപ്പറേഷനും നമ്മൾ പഠിച്ച്. നമ്മൾ ഇ കൊമേഴ്സ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. കാർട്ടിൻ്റെ അകത്ത് ഓരോ വട്ടം യൂസർ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു അറയിൻ്റെ അകത്തോട്ട് എങ്ങനെയാണ് ഒരു വാല്യൂ ആഡ് ചെയ്യുന്നത്. ഒരു അറയിൻ്റെ അകത്തോട്ട് വാല്യൂ ആഡ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യില്ല, $set മെത്തേഡ് വഴിയല്ല നമ്മളൊരു അറയിലോട്ട് വാല്യൂ ആഡ് ചെയ്യുന്ന. അപ്ഡേറ്റ് 1 ഞാൻ ഇവിടെ ഒരു കർലി ബ്രാക്കറ്റ് ഇട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് എന്താണ് അമീൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്കോറ്. ഓക്കെ, നോക്കട്ടെ എൻ്റെ സ്കോറ് ഇപ്പോൾ 85-92 ഉള്ളു. ഞാൻ അതിലോട്ട് ഒരു വാല്യൂ പുഷ് ചെയ്യുന്ന അറയിൻ്റെ അകത്ത് ഒരു അറയിലോട്ട് വാല്യൂ ആഡ് ചെയ്യുന്നതിന് നമ്മൾ എന്താണ് ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്ന മെത്തേഡ് പുഷ് മെത്തേഡാണ്. ആ സെയിം മെത്തേഡാണ് മോങ്കോ ഡി ബിയിലുള്ളത്. ഞാൻ ഇവിടെ വരുന്നു. ഇവിടെ പുഷ് മെത്തേഡിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ട് ആ പുഷ് മെത്തേഡിൻ്റെ അകത്ത് അത് വിളിച്ച് ഡോളറിൻ്റെ അകത്ത് വിളിച്ചിട്ട് ഏത് വാല്യൂലാണ് പുതിയ വാല്യൂ നമുക്ക് ആഡ് ചെയ്യാനുള്ള. അപ്പം ഞാൻ ഇവിടെ വരുന്നു. സ്കോർസ് ഞാൻ എന്ത് ചെയ്യുന്നു, 77 പുതിയൊരു സ്കോർ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും ഫംഗ്ഷൻ അൺകമൻറ്റ് ചെയ്യാണ്. റണ്ണായി. എൻ്റെ സ്കോറിലോട്ട് ഇപ്പം നിലവിൽ എനിക്കുണ്ടായിരുന്ന സ്കോറ് എത്രയൊക്കെ ആയിരുന്നു, 85-92. അതിലോട്ട് ഒരു പുതിയ വാല്യൂയും കൂടെ അറയിലോട്ട് വാല്യൂ ആഡ് ചെയ്യുന്ന പുഷ് മെത്തേഡ് വഴിയാണ്. ഒരു കീയിൻ്റെ അകത്തോട്ട് ഇപ്പം നൈം എന്ന് പറയുന്ന ഇതിൻ്റെ അകത്തോട്ട് വാല്യൂ ആഡ് ചെയ്യുന്ന, ഇപ്പം ഏജിലോട്ട് വാല്യൂ ആഡ് ചെയ്യുന്ന സെറ്റ് മെത്തേഡ് വഴിയാണ്. അപ്പം ഞാനിനി എൻ്റെ ഫൈൻഡ് മെത്തേഡ് വഴി എൻ്റെ വാല്യൂ ഒന്ന് വിളിച്ചു നോക്കുകയാണ്. 77 ആഡായോ നമുക്കറിയണ്ടേ. ഞാൻ ഫൈൻഡ് മെത്തേഡ് വഴി വിളിച്ചു. ഓക്കെ, റണ്ണാവട്ടെ. ഓക്കെ, എന്താണ് ഇപ്പോൾ 85-92 77. അപ്പോൾ എന്താണ് ഒരു ഡാറ്റയും കൂടെ അറയിലോട്ട് നമ്മൾ ആഡ് ചെയ്തു കഴിഞ്ഞു. നമുക്കിനി എന്താണ് ഒരു വാല്യൂ എങ്ങനെ റിമൂവ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അറയിലോട്ട് ഒരു വാല്യൂ ആഡ് ചെയ്തു. ഇനിയിപ്പോൾ 77 ഞാൻ ആഡ് ചെയ്തു. എനിക്കിനി 85 റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ 77 എനിക്ക് റിമൂവ് ചെയ്യണം. അറയിൻ്റെ അകത്തുനിന്ന് ഒരു വാല്യൂ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഇപ്പം നമുക്ക് കാണാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ വരുന്നു. ഓക്കെ, ഇവിടെ ഞാൻ വന്നിട്ട് പുഷ് മാറ്റി ഒരു ചെറിയ വ്യത്യാസമുള്ള നമ്മൾ എന്താണ് പുള്ളെന്ന് പറയുന്ന മെത്തേഡാണ്. പുള്ള് മെത്തേഡ് വിളിക്കുമ്പം നൈം അമീൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു
ആ ഒബ്ജക്റ്റ് ഇത് അറേ ഓഫ് ഒബ്ജക്റ്റ് അപ്പോൾ ഒബ്ജക്റ്റ് ചെല്ലുന്നു, അതിൻ്റെ അകത്ത് സ്കോർ 77 എന്നുള്ള വാല്യൂവിനെ ഇപ്പം എന്ത് ചെയ്ത് കളഞ്ഞു, ഒഴിവാക്കി കളഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഫൈൻഡ് മെത്തേഡ് വിളിച്ചു നോക്കാം. ഫൈൻ ഓക്കെ, എന്താണ് എൻ്റെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 77 ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അറയിലോട്ടൊരു വാല്യൂ എങ്ങനെ ആഡ് ചെയ്യണമെന്നും ആ വാല്യൂ എങ്ങനെ റിമൂവ് ചെയ്യണമെന്നും നമ്മളിവിടെ മനസ്സിലാക്കി. അടുത്തത് അഗ്രിഗേഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട് നമ്മളെ മോങ്കോ ഡി ബിൻ്റെ അകത്ത്. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് ഞാനിവിടെ ആദ്യം ഇത് മാറ്റിയിട്ട് ഞാൻ ഇവിടെ അഗ്രിഗേറ്റ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ വിളിച്ചു. അപ്പം അതിനകത്താണ് ഇനി ബാക്കി കാര്യം. ഒരു അറേ നമ്മൾ അല്ലെങ്കിൽ അറേയുടെ ആ സിമ്പിൾ ഇട്ടിട്ട് ഞാനിവിടെ ഒരു കർലി ബ്രാക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്ന ഓരോ റോളിലും എത്ര യൂസർ എൻ്റെ ഡാറ്റാ ബേസിലുണ്ടെന്ന്. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പം 3 റോളുണ്ട്, യൂസർ, മോഡറേറ്റർ, അഡ്മിൻ. ഈ ഇത്രയും റോളിൽ എത്രത്തോളം ആളുകളുണ്ടെന്നുള്ള കൗണ്ട് എനിക്ക് വേണം, കൗണ്ട് കിട്ടണം. അതാണ് ഞാൻ ഇവിടെ പോകണം. അപ്പം എന്താണ്, ഗ്രൂപ്പ് മെത്തേഡ് വിളിച്ചു. അതിൻ്റെ അകത്ത് ഞാൻ വീണ്ടും ഒരു കർലി ബ്രാക്കറ്റ് ഇട്ടു, _ID ഏതിൻ്റെയാണോ നമുക്ക് സമ്മല്ലേ കാണാനുള്ള ഓരോ റോളിൽ എത്ര ആളുണ്ടെന്ന്. അപ്പം ആ സമ്മ് കാണാനുള്ള കീ ഇവിടെ കൊടുക്കണം. ഇവിടെ നമ്മൾ അഡ്മിൻ, മോഡറേറ്റർ, അതുപോലെ തന്നെ യൂസർ, ഇതിൻ്റെ എല്ലാം സമ്മാണ് കാണുന്നത്. ഇതിൽ എത്ര ടോട്ടൽ എത്ര ഇത്രയും റോളിൽ എത്ര യൂസർ ഓരോന്നിലും ഉണ്ട് എന്നുള്ള സമ്മ് കാണണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ ID വിളിക്കണം, നമ്മൾ ആ കീ വിളിക്കണം. $roll എന്ന് വിളിച്ചു. ഓക്കെ, റോള് വിളിച്ചു. എന്നിട്ട് നമ്മളെ കീ കൊടുക്കണം ടോട്ടൽ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് എന്തുകൊണ്ട് കൊടുക്കാം. ഞാൻ ടോട്ടൽ എന്ന് കൊടുത്തിട്ട് $sum1 കൊടുത്തു. ഓരോ വട്ടവും ഇപ്പം ഞാൻ ഒരു അഡ്മിനെ കണ്ട സം 1 വെച്ച് കൂടും. അങ്ങനെ ഓരോ റോളിനനുസരിച്ച് ആളിനെ കാണും. ഇപ്പം എന്താണ്, അഡ്മിൻ 3 എണ്ണം ഉണ്ട്, മോഡറേറ്റർ 3 എണ്ണം ഉണ്ട്, യൂസർ 4 എണ്ണം ഉണ്ട്. അതായത് ഇവിടെ ഇപ്പം കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെ, എന്താണ്, മേഘ അഡ്മിനാണ്, റോളിൻ്റെ അകത്ത് 1 കൂടി, അഡ്മിൻ എന്ന് പറഞ്ഞ റോളിലോട്ട് 1 കൂടി. അതുപോലെ തന്നെ ഇപ്പം റെഹൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ റോള് യൂസറാണ്. അപ്പോൾ യൂസർ എന്ന് പറഞ്ഞ റോളിൻ്റെ അകത്തോട്ട് 1 വെച്ച് ആഡ് ചെയ്ത്, അതാണ് ഇവിടെ സമ്മ്. നമ്മൾ 1 വെച്ച് ഓരോ റോളിലുള്ള ഓരോരുത്തരെ കാണും, ആ അതേ റോളിലോട്ട് 1 വെച്ച് വാല്യൂ ആഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഓരോ ഓപ്പറേഷൻ നിങ്ങൾ പല രീതിയിൽ ചിന്തിച്ചത് പല പർപ്പസ് നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്ത നമുക്ക് കാണാനുള്ളത് നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള യൂസേഴ്സിൻ്റെ ഒരു ആവറേജ് ഏജ് കാണണം. അതായത് നമ്മൾ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ബിൽഡ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന എല്ലാ യൂസേഴ്സിൻ്റെ ഒരു ആവറേജ് ഏത് ഏജ് റേഞ്ചിലുള്ള ആളാണ് നമ്മളെ പ്ലാറ്റ്ഫോം കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നുള്ള കാണണം. അപ്പം അതിന് നമ്മൾ അഗ്രിഗേറ്റ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇവിടെ വരുന്നു, ID നള്ള് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇതൊന്ന് ഒഴിവാക്കിയിട്ട് ഇവിടെ ഞാൻ എന്ത് പേര് വേണോ കൊടുക്കാൻ, ഞാൻ ആവറേജ് ഏജ് എന്ന് കൊടുത്തു. അത് കഴിഞ്ഞൊരു കർലി ബ്രാക്കറ്റ് ഇട്ടിട്ട് $.avg. അത് കഴിഞ്ഞ് നമ്മളെ കീ വിളിച്ചു കൊടുക്കണം. അതാണ് $.age. ഏത് വാല്യൂവിൻ്റെ ആവറേജ് ആണോ കാണാനുള്ളത് ആ വാല്യൂ നമ്മളിവിടെ വിളിച്ചു കൊടുക്കണം. ഇവിടെ നമ്മൾ ഏജിൻ്റെ ഏത് നമ്പറിൻ്റെ ആവറേജ് ആണെന്ന് കാണാനുള്ള ആ നമ്പറാണ് ഞാൻ വിളിച്ചു കൊടുത്തത്. ഇപ്പോൾ ഏജ് വിളിച്ചു കൊടുത്ത് ഏജിൻ്റെ ആവറേജ് കണ്ടുപിടിച്ച് ID ഇവിടെ എന്തെങ്കിലും ID കാണിക്കും, ഇല്ലെങ്കിൽ എന്താണ് ആ ഏജ് കാണിച്ച്. അപ്പം 24.6 പോയിൻ്റ് നമുക്ക് വേണ്ട, ഏകദേശം 24 വയസ്സിനിടയ്ക്കുള്ള ആളാണ് കൂടുതലും നമ്മളെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് എന്നുള്ളതെന്ന് മനസ്സിലായി. ഇനി ഏറ്റവും അധികം സ്കോർ നമുക്ക് നോക്കാം. അഡ്മിൻ, യൂസർ, മോഡറേറ്റർ, അങ്ങനെ ഈ 3 റോളിൽ ആളുണ്ടല്ലോ. അപ്പോൾ ഇവരിലെല്ലാവരുടെയും മാക്സിമം സ്കോർ നമുക്ക് നോക്കാം. അപ്പം അതിനായിട്ട് ഇവിടെ നമ്മൾ വരുന്നു, ഗ്രൂപ്പ് എടുക്കുന്നു, ID-ൻ്റെ അകത്ത്
നേരത്തെ ചെയ്ത റിലേറ്റഡ് ഒരു ഓപ്പറേഷൻ തന്നെയാണ് $.roll. അതിൻ്റെ അകത്ത് ഞാൻ ഇവിടെ പറയുന്നത്, ഇവിടെ കീയിൽ പേര് കൊടുക്കണം, നിങ്ങൾക്ക് എന്ത് പേരും കൊടുക്കാം. ഞാൻ മാക്സിമം സ്കോർ എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, അതിൻ്റെ അകത്ത് $. ഇവിടെ നമ്മൾ ആവറേജ് മാറ്റണം, മാക്സിമം കണ്ടുപിടിക്കണം. ഓരോ റോളിലുള്ള ആളുകളുടെ മാക്സിമം സ്കോറ് $.s സ്കോറാണ്. ഓക്കെ, എന്താണ് ഓരോ ഇതിൻ്റെ അകത്തുള്ള മാക്സിമം സ്കോറാണ് കാണിച്ചേക്കുന്നത്. മോഡറേറ്ററിൻ്റെ അകത്തുള്ള ഏറ്റവും കൂടിയ സ്കോർ 95, 82, 88 ആ റേഞ്ചാണ്. അഡ്മിനകത്തുള്ള 92, 99 യൂസറിൻ്റെ അതിൽ. ഇതിൻ്റെ അപ്പോൾ ഏറ്റവും കൂടിയ സ്കോർ വാങ്ങിച്ചിട്ടുള്ള അഡ്മിൻ സെക്ഷൻ്റെ അകത്തുള്ള ആളുകളാണ്. ഓക്കെ, നമ്മൾ പ്രധാനപ്പെട്ട എന്താണ് ഇപ്പം ഇത്രയും നേരം കൊണ്ട് നമ്മൾ കവർ ചെയ്തേക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഓപ്പറേഷൻസാണ് ഇതൊക്കെ നമ്മൾ റിയൽ ലൈഫിൽ പ്രൊജക്റ്റിൽ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ഞാനിവിടെ ഒരു ചെറിയ ഡാറ്റ സെറ്റിൽ ചെയ്തെങ്കിലും ഫ്യൂച്ചറിൽ നമ്മൾ പ്രൊജക്റ്റിലോട്ടൊക്കെ എത്തുമ്പോൾ വലിയ ഡാറ്റ സെറ്റിലായിരിക്കും ഇത് ഓപ്പറേഷൻസ് ചെയ്യുന്ന. ഇനി ചെറിയ കുറച്ച് നോർമൽ ഓപ്പറേഷൻസാണ്, സിമ്പിളാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, എവിടെ പോയാ? ഓക്കെ, ഇവിടെ ഞാൻ വരുന്നു, ഇതൊന്ന് ഒഴിവാക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ ഫൈൻഡ് മെത്തേഡ് വിളിക്കുകയാണ്. ഫൈൻഡിൻ്റെ അകത്ത് ഞാൻ എല്ലാ യൂസറിനെ സെലക്ട് ചെയ്ത് ഇവിടെ കണ്ടീഷൻ എഴുതാത്തതുകൊണ്ട് എല്ലാവരും വരും. സോർട്ട് ചെയ്യണം ഏജ്. ഇപ്പം നമ്മളിപ്പോൾ ഏജ് എന്താണ് അസെൻഡിങ് ഓർഡർ ഉണ്ടല്ലോ, അതായത് 1, 2, 3, 4, 5 ആ മെത്തേഡിൽ നമുക്കിപ്പോൾ സോർട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ സോർട്ട് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ വിളിച്ചിട്ട് ഏത് കീ ആണോ നമുക്ക് ഏത് കീയുടെ അടിസ്ഥാനത്തിലാണോ ഓർഡർ ചെയ്യാനുള്ള ആ കീനെ വിളിക്കുന്നു. ഏജ് 1 കൊടുക്കുന്നു. 1 പറഞ്ഞാൽ അസെൻഡിങ് ആയിട്ട് വരും. അതായത് ഇപ്പം നമ്മൾ ഫസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഏജ് 19, 20, 21, 23, 24, 25, 26, 28, 29, 31. ഓക്കെ, ഇവിടെ നമ്മൾ -1 വിളിച്ചാൽ ഡിസെൻഡിങ് ഓർഡറിൽ വരും, അതായത് തല തിരിഞ്ഞ്. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ 1, 2, 3 ആ ഒരു ലെവലിൽ വരുമെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ വരുന്ന സമയത്ത് എന്താണ് 10, 9, 8, 7, 6, 5 ആ ഒരു മോഡലിലോട്ട് വരുന്നതാണ്. ഇനി നമുക്ക് വേറൊരു ഓപ്പറേഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയത് എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്, പക്ഷേ അതൊക്കെ നമ്മൾ ഫ്യൂച്ചറിൽ മനസ്സിലാക്കും. ലിമിറ്റ് ഇപ്പം നമ്മളൊരു ഡാറ്റാ ബേസിൽ ഇപ്പം 1,00,000 യൂസർ ഉണ്ടെന്ന് ഇപ്പം ഒരു ആമസോണിൻ്റെ ഡാറ്റാ ബേസിൽ ആപ്പിൾ എന്ന് സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഏകദേശം 1,00,000, 2,00,000 മുകളിൽ ഇലക്ട്രോണിക്സ് ഉണ്ട്. അറ്റ് എ ടൈം ഈ 2,00,000 ഇലക്ട്രോണിക്സും കൂടെ നിങ്ങളുടെ മൊബൈലിൽ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ മൊബൈൽ ഹാങ് ആയി സ്റ്റക്ക് ആവും. അപ്പോൾ നമുക്ക് ലിമിറ്റ് വയ്ക്കണം. ഒരു യൂസർ ഇപ്പോൾ ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പം അതിൻ്റെ 10 ഡാറ്റ എടുത്തുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ ആപ്പിൾ എന്ന് ഇലക്ട്രോണിക്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 10 ഇലക്ട്രോണിക്സ് ആദ്യമേ എടുത്തുകൊണ്ട് വരും, അല്ലാതെ മുഴുവൻ ഇലക്ട്രോണിക്സ് നമുക്ക് വേണ്ട. അപ്പോൾ ആ ഒരു കേസിൽ ലിമിറ്റ് ഞാൻ 10 അല്ലെങ്കിൽ 5 കൊടുത്തു കഴിഞ്ഞാൽ 5 ഡാറ്റ മാത്രമേ ഈ ഒരു ഫംഗ്ഷൻ വിളിക്കുമ്പോൾ എനിക്ക് എടുത്തുകൊണ്ട് തരൂ. ഓക്കെ, 1, 2, 3. ഓക്കെ, 1, 2, 3, 4, 5. അപ്പോൾ 5 ഡാറ്റ ലിമിറ്റാണ്. അത് 5 ഡാറ്റ മാത്രമേ ഇതിലിപ്പോൾ 500 ഡാറ്റ ഉണ്ടെങ്കിലും 5,00,000 ഡാറ്റ ഉണ്ടെങ്കിലും 5 ഡാറ്റ മാത്രമേ, ആദ്യത്തെ 5 ഡാറ്റ മാത്രമേ നമുക്ക് എടുത്തുകൊണ്ട് വരത്തുള്ളൂ. അപ്പോൾ പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് എല്ലാം ഇതാണ്. ഇത്രയേ ഉള്ളൂ. മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് എല്ലാം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ MongoDB Node.js ആയിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ ക്വറീസും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളത്തെ വീഡിയോയിൽ നല്ലൊരു പുതിയ ടോപ്പിക്കായിട്ട് നാളത്തെ വീഡിയോ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യേണ്ട നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വളർച്ച. ഓക്കെ, താങ്ക് യു.